ഈ പരിപ്പ് എന്തിനാണ് വറക്കണമെന്നറിയാമോ? വെറും പരിപ്പല്ല, ഇത് ചെറുപയർ പരിപ്പ്. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം എന്തിനാന്ന്. ഞാനൊരു പായസം വെക്കാൻ പറഞ്ഞു. ഞാനല്ല, അമ്മ. എനിക്കൊരു പായസം കുടിക്കണമെന്ന് ആഗ്രഹം. പണ്ടുണ്ടല്ല, എനിക്ക് ഈ ശർക്കര പായസമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ പായസം ഉണ്ടാക്കി തരുമെന്ന്. അപ്പം അമ്മ പറഞ്ഞാൽ ഉണ്ടാക്കി തരാമെന്ന്. അപ്പം അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? പരിപ്പ് ആദ്യം വറുക്കണം. ആ വറുത്ത പരിപ്പിലോട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഒഴിക്കണം. ഇത് ലാസ്റ്റത്തെ പാലാണേ. അമ്മ തേങ്ങ എടുത്തിട്ട് 3 പ്രാവശ്യം പിഴിയും. അല്ല, ലാസ്റ്റത്തെ പാൽ ഒഴിച്ചിട്ട് കുക്കറിൽ അടച്ചു വെച്ചാൽ വേവിക്കുക. ഒറ്റ വിസിൽ അത് മതി, അത് വെന്തിട്ടുണ്ടാവും. എൻ്റെ അമ്മ ഇപ്പോഴത്തെ അടുപ്പിനകത്ത് ശർക്കര വെച്ചിട്ടുണ്ട് ഉരുക്കാനായിട്ട്. ഈ ശർക്കര ഉരുക്കാൻ നേരം കൊണ്ട് കുക്കർ വിസിലടിച്ച്, ശർക്കര ഉരുക്കി കുക്കർ വിസിലടിച്ച്, രണ്ടും ഓക്കെ. എന്നിട്ട് വിസിൽ ഫുള്ള് പോയി കഴിയുമ്പോഴത്തേക്കും അടുപ്പ് മരിക്കുന്നത് വെന്തിട്ടുണ്ട്. എന്നിട്ട് അമ്മ അതിനകത്തോട്ട് ശർക്കര പാനി ആയിട്ട് ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞ് ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പരിപ്പ് അങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചത് വെന്തിട്ടുണ്ടെന്നപ്പോൾ അമ്മ നെക്കി കാണിച്ചത് വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞേ അതായിക്കൂടി ആ ശർക്കര പാനി കിടന്നത് ഇങ്ങനെ നല്ലതുപോലെ കുറുകണമെന്ന് പറഞ്ഞു. വന്ന പോലെ അത് തിളച്ച് നല്ലതുപോലെ കുറുകാൻ നോക്കുമ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് അമ്മ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കുറുകി വന്നപ്പോഴത്തേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പാത്രം കൂടി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ അമ്മ 1ാം പാൽ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഏലക്കാപ്പൊടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1ാം പാൽ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്തേ. എന്നിട്ട് പിന്നെ അത് അവിടെ കിടന്ന് നല്ലതുപോലെ കുറുകി. അമ്മ പറയണ്ടായിരുന്നു കറുത്ത ശർക്കര കിട്ടണമെങ്കിൽ നല്ല കളറാക്കി. ഇതിപ്പോൾ വെള്ള കളറിലിരിക്കണേ. പിന്നെ നെയ്യിൽ വറുത്തിട്ടുള്ള ജോലി എൻ്റെ ആയിരുന്നു. കശുവണ്ടി മുന്തിരിയൊക്കെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് അടിപൊളിയാണ്. അങ്ങനെ അതും വറുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നമ്മക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടാ. ഇപ്പം അന്നമ്മോളുടെ എക്സ്പ്രഷൻ കാണാൻ അങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയാണെന്നാണ് പറയണത്.